സിനിമയിലെ ചില മരണങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. എന്നാൽ ചിലതാകട്ടെ നേരെ മറിച്ചു. അത്തരത്തിലുള്ളൊരു മരണത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു മരണം. സ്വന്തം മകന് താനൊരു ഭാരമാകുമോ എന്നോർത്ത് ജീവൻ ഒടുക്കുന്ന ഒരു ഉമ്മയാണിത്. തന്റെ ഉമ്മ താഴത്ത് വീണിട്ടും ഡോറ് തുറന്നിട്ടും ആ മകൻ ഒന്നും തന്നെ അറിയുന്നില്ല. ഒരു വശം തളർന്നു കിടക്കുന്ന ഈ ഒരു ഉമ്മ ഈ ഒരു കൃത്യം എങ്ങനെ നിർവഹിച്ചിരിക്കും? ഇവിടെ ഉമ്മയുടെ എല്ലാ ബോഡി വെയിറ്റും താങ്ങുന്നത് ആ നിൽക്കുന്ന പാവം ആടാണ്. ഇതിനായിരിക്കും ഒരു പക്ഷെ ബലിയാടാകുക എന്ന് പറയുന്നതല്ലേ. ഇവിടെ ജിമ്മിൽ വളരെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുകയാണ് നമ്മുടെ ഷാങ്കി. അപ്പോഴാണ് വില്ലന്റെ ആ ഒരു എൻട്രി. ആ വില്ലനെ കണ്ട് ഷാങ്കി പതറിയ സമയത്ത് വില്ലനാണെങ്കിലോ വെയിറ്റ് കൂട്ടി വെക്കുന്നു. തൊട്ടപ്പുറത്താണെങ്കിലോ ഭൂലോക വെള്ളടിയും. വില്ലൻ ഓരോ തവണ വെയിറ്റ് കൂട്ടി വെക്കുമ്പോഴും ഷാങ്കി അത് താഴെ വെക്കാനോ വില്ലനെ കീഴ്പ്പെടുത്താനോ ശ്രമിക്കുന്നില്ല. പകരം ഷാങ്കി തനിക്ക് ഈ വെയിറ്റ് എല്ലാം നിഷ്പ്രഭം പൊന്തിക്കാൻ സാധിക്കും എന്ന് വില്ലന് കാണിച്ചു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇത് വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല, ഇതാണ് ഈഗോ ലിഫ്റ്റിംഗ്. മരണത്തോട് മല്ലടിച്ചിട്ടും ആ വെയിറ്റ് എല്ലാം പൊന്തിക്കാൻ കാണിച്ച ആ മനസ്സിനെ സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഏതാ പെണ്ണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഷാങ്കി ഒരു പ്രേതത്തെ പിന്തുടരുന്നത്. പ്രേതമാണെന്ന് ഷാങ്കി മനസ്സിലാക്കുമ്പോഴേക്കും പ്രേതം മാഫിയ ശശിയായി മാറിക്കഴിയുന്നു. പ്രേതം എങ്ങനെ മാഫിയ ശശിയായി മാറി എന്ന് നമുക്കുള്ള അതേ ചിന്ത തന്നെയായിരിക്കും ഷാങ്കിക്കും ആ സമയം ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ പ്രേതമായ മാഫിയ ശശി നമ്മുടെ ഷാങ്കിയെ ഒരൊറ്റയേറ. ഷാങ്കി നേരെ വന്ന് വീഴുന്നതാകട്ടെ ഒരു മൊനയില്ലാത്ത കൊമ്പിലും. പക്ഷെ ഷാങ്കി മരിച്ചു. വെയിറ്റ്, ഷാങ്കി ഫുള്ളായി മരിക്കുന്നില്ല. പകരം ഷാങ്കിയുടെ ശരീരത്തിൽ മാഫിയ ശശി കയറുന്നു. മാഫിയ കയറിയിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക ചില ചായക്കട രംഗങ്ങളിലായിരിക്കും. എന്നാൽ ഈ ഒരു ചിത്രത്തിൽ ഇദ്ദേഹം ഒരു സംഗീതജ്ഞനായിട്ടാണ് വേഷമിട്ടിട്ടുള്ളത്. കലാകാരന്മാരെല്ലാം ദുർബലരാണെന്ന് പറയുന്നത് വെറുതെയല്ല. എത്രയോ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് ആ പാവം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്. എല്ലാവരെയും അകമൊഴിഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ തമ്പുരാൻ. ശിവദാണു, നിന്നെ എനിക്ക് ഭദ്രകാളി തന്നതാ. മനവത്തൂരിലെ ഭദ്രകാളി. കള്ളും കാശും കൊടുത്താൽ സ്നേഹം കിട്ടില്ല, അത് ആത്മാവിൽ നിന്നും വരണം. അഭിമന്യുവിനെ തളയ്ക്കാൻ എന്റെ തമ്പുരാനെ കഴിയും. ആ ഡ്രൈവർ പറയുന്നത് കേട്ട് മതമിളകിയ ആനയെ തളയ്ക്കാൻ പോയ ഇയാളെ തമ്പുരാൻ എന്നല്ല വിളിക്കേണ്ടത്. നിത്യേന ശർക്കരയെ അവിലും തേങ്ങാപ്പൂളും ഉരുട്ടിക്കൊടുക്കുന്ന കൈ അവൾ തിരിച്ചറിയും. ഇവൻ അഭിമന്യു എന്റെ മോന. ആനയ്ക്ക് എന്ത് മകൻ, എന്തച്ഛൻ. ഒരേ സമയം ദേവ്ജിയുടെയും ഷാങ്കിയുടെയും മരണം നമുക്ക് കാണിച്ചു തന്ന ഒരു ചിത്രമായിരുന്നു സ്രാവ്. ദേവ്ജിയുടെ രണ്ട് സുഹൃത്തുക്കളാണ് പട്ടാളക്കാരായ ബാബു എന്നടിയും ക്യാപ്റ്റൻ രാജുവും. തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന സൂയിസൈഡ് ബോംബറെ എന്ത് ചെയ്യണം എന്നോർത്ത് അന്തം വിട്ടു നിൽക്കുകയാണ് നമ്മുടെ പട്ടാളക്കാർ. ഇവരെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ദേവദൂതനെ പോലെ വരുന്നതാണ് നമ്മുടെ ദേവ്ജി. ഈ ഒരു സമയത്ത് ആ വില്ലനെ ഒന്ന് വെടിവെച്ചാൽ മാത്രം മതി. പക്ഷേ ദേവ്ജിയുടെ സുഹൃത്തുക്കൾ ദേവ്ജി ഇവിടെ ചതിക്കുകയായിരുന്നു തോന്നുന്നു. മുമ്പ് മരിച്ച പോലെയൊന്നുമല്ല ഷാങ്കി ഈ ചിത്രത്തിൽ മരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇടിച്ചിട്ടും ഇടിക്കൊണ്ടിട്ടും പൊരുതി തന്നെയാണ് ഷാങ്കി മരിക്കുന്നത്.
ആ ഇടിക്കിടയിൽ ഷാങ്കിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് മാത്രമാകും ഷാങ്കി ഈ മരണത്തിന് കീഴടങ്ങിയത്. അവസാനം ഒരു കത്തിത്തുമ്പിൽ തീരുന്ന ഷാങ്കിയുടെ ശരീരത്തിൽ ഒരു തുള്ളി പോലും ബ്ലഡ് ഇല്ല എന്നതാണ് അതിശയം. നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണോ എങ്കിൽ ഈ വരുന്ന 2 മരണങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ബാക്ക് ടു ബാക്ക് മരണങ്ങളിൽ മുന്നേറുന്നത് നമ്മുടെ ദേവ്ജിയും ശങ്കർജിയുമാണ്. ഇത്തവണ കപ്പ് കൊണ്ടുപോകുന്നത് ദേവ്ജിയാണെന്ന് മാത്രം. ഒരു ടീം ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ടീമും ഗോൾ അടിക്കണമെന്നാണല്ലോ. മരണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു വാർ ആൻഡ് ലവ് എന്ന വിനയൻ ചിത്രം. ജ്യോതിഷ ശാസ്ത്രത്തിന് ഒരു തട്ട് കൊടുത്തുകൊണ്ട് വിനയൻ സമ്മാനിച്ച ആദ്യ മരണമാണ് ഇത്. തലയ്ക്ക് വെടികൊണ്ട ശേഷമുള്ള മച്ചാൻ വർഗീസിന്റെ ഈ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെ മെയിൻ. അടുത്തതായി ലഫ്റ്റനന്റ് കേണൽ ശരത് ചന്ദ്രൻ. പുള്ളിക്ക് ആദ്യം തന്നെ വെടികൊണ്ടതായി കാണിച്ചത് വളരെ നന്നായി. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കരുതിയേനെ ക്ഷീണം കാരണം നമ്മുടെ ലെഫ്റ്റനന്റ് കേണൽ ഉറങ്ങിയതാണ്. ടെർമിനേറ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെടി ഏറ്റുവാങ്ങിയത് ഇതാ ഈ ഒരു കഥാപാത്രമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കരുതുന്നത് എല്ലാം കഴിഞ്ഞു ശുഭം എന്നാകും. എന്നാലല്ല. എന്നാലും ആ റോക്കറ്റ് ലോഞ്ചറിൽ നിന്നും എങ്ങനെ ഒരു ജീപ്പ് പുറത്തു വന്നു? വാളെടുത്തവൻ വാളാൽ എന്ന് പറയില്ലേ, എന്നതുപോലെയാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ മരണം. അധോലോക രാജാവായ ഇദ്ദേഹം തന്റെ മകന് ഗണ്ണ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ ബുദ്ധിയുള്ള വില്ലന്മാർ നൈസായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഗണ്ണിന് പകരം ഒറിജിനൽ ഗൺ വെക്കുന്നു. ഇതൊന്നും അറിയാതെ നമ്മുടെ കഥാപാത്രം 1 2 3 എന്ന് പറയുന്നു. കുട്ടി വെടിയും വെക്കുന്നു. 1 2 3. ഇതൊരു കോമഡി മരണമാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം. പക്ഷേ ഇതൊരു മണ്ടൻ മരണമാണ്. ആ പെണ്ണ് എന്തൊക്കെ പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ ഓട്ടച്ചേട്ടനല്ലേ. ലോറി വന്ന് ഇടിച്ചിട്ട് പറക്കുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും പെണ്ണ് താഴെ വീണെങ്കിലും ഓട്ടോ ചേട്ടൻ അവിടെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ട മുമ്പിൽ വരുന്ന ലോറി പോലും കാണാൻ കഴിയാത്ത ഇയാളൊക്കെ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് മാത്രമൊന്നും ആയിരിക്കില്ല, ഇനിയും കാണാം തമാശ നിറഞ്ഞ ഇത്തരത്തിലുള്ള മരണങ്ങൾ. അത്തരത്തിൽ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും മരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റിലൂടെ പറയണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള രസകരമായ വീഡിയോകളുമായി വീണ്ടും കാണാം. ഞാൻ പോകുന്നു. ബൈ ബൈ.